അടുത്തതായിട്ട് ഒരു ഫ്രെയിം പ്രോഗ്രാമിലൂടെ എങ്ങനെയാണ് വരണേന്ന് നോക്കാം. HTML ഹെഡ് ടൈറ്റിൽ അതെല്ലാം വേണം. അത് കഴിഞ്ഞിട്ട് ഫ്രെയിം സെറ്റ് എന്നാണ് ടാഗ് കൊടുക്കുന്നത്. ഫ്രെയിം സെറ്റ് റോസ് ഇസ് ഈക്വൽ ടു 20%, 30%, 50% എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഫ്രെയിം 20% മാത്രമേ ഉണ്ടാകുള്ളൂ, ചെറുതായിട്ടാണ് കാണിക്കുക. രണ്ടാമത്തെ ഫ്രെയിമോ 30%, മൂന്നാമത്തതായിരിക്കും വലുതായിട്ട് കാണുന്നത്. കാരണം ബ്രൗസർ വിൻഡോൻ്റെ ഏതാണ്ട് പകുതി 50% വരെ ആ ഫ്രെയിം കാണിക്കുന്നു. ഇനി ഫ്രെയിം SRC ഈക്വൽ സാമ്പിൾ ഫ്രെയിം 1.html, അപ്പോൾ അതൊരു വെബ് പേജ്. നെക്സ്റ്റ് ഫ്രെയിം SRC ഈക്വൽ സാമ്പിൾ ഫ്രെയിം 2.html, അത് രണ്ടാമത്തെ വെബ് പേജ്. മൂന്നാമത്തത് സാമ്പിൾ ഫ്രെയിം 3.html. ഈ 3 ഫ്രെയിമുകളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരൊറ്റ ബ്രൗസർ വിൻഡോയിൽ തന്നെ 3 ഫ്രെയിമുകൾ കാണാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞ് ഫ്രെയിം SRC ക്ലോസ് ചെയ്യുന്നത് /ഫ്രെയിം സെറ്റ്, അതായത് അവിടെ ഫ്രെയിം സെറ്റാണ് ഏറ്റവും മുകളിൽ ഫ്രെയിം തുടങ്ങണേന് കൊടുക്കണത്. ഈ ഫ്രെയിം SRCക്ക് നമുക്ക് ക്ലോസിങ് ചെയ്യേണ്ട കാര്യമില്ല, ഫ്രെയിം സെറ്റ് നമ്മൾ ക്ലോസ് ചെയ്യണം. കാരണം ഫ്രെയിം സെറ്റ് കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ ഫ്രെയിം സെറ്റ് ഓപ്പൺ ചെയ്തു, ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു. അതേപോലെ HTMLും നമ്മൾ ഓപ്പൺ ചെയ്തത് അവസാനം ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ അപ്പോൾ ഇവിടെ SRC ടാഗും അതുപോലെ തന്നെ ഫ്രെയിം സെറ്റ് ടാഗ്, റോസ് ഇതൊക്കെ യൂസ് ചെയ്തു. അതാണ് നമ്മൾ പഠിച്ചതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഫ്രെയിമിൻ്റെ. അതായത് SRC പറഞ്ഞു, സ്ക്രോളിംഗ് പറഞ്ഞു, നോ റീസൈസ്, അതേപോലെ മാർജിൻ, വിഡ്ത്ത്, ഹൈറ്റ്, നെയിം എന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ആ ടാഗുകളെല്ലാം നമ്മൾ ഇതുപോലെ ഫ്രെയിം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ റോസ് എന്നുള്ളത് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് എത്ര റോസ് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര % ആയിരിക്കണം ബ്രൗസർ വിൻഡോൻ്റെ അത് അപ്ലൈ ചെയ്യുമ്പോൾ കാണേണ്ടത്, അപ്പോൾ എങ്ങനെയാണ് അത് അപ്പിയർ ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ഈ % കൊടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് കുറച്ച് % ആകുമ്പോൾ ചെറിയ ഫ്രെയിമായിട്ട് കാണുന്നു, കുറച്ച് വലിയ % ആകുമ്പോൾ കുറച്ച് വലിയ ഫ്രെയിമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ എത്ര പേജാണ്, ഇവിടെ 3 എണ്ണമാണ് കൊടുത്തത്, അതുകൊണ്ടാണ് 20%, 30%, 50% കൊടുത്തത്. അപ്പോൾ 3 ഫ്രെയിമുകളായിട്ട് നമുക്ക് കാണിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഫ്രെയിം സെറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫ്രെയിം സെറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടെ ഫ്രെയിം സെറ്റിനെ നമ്മൾ ക്ലോസ് ചെയ്തു. HTML ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ HTMLനെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് ഒരു ഫ്രെയിം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന, അതായത് ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന HTML പേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേജ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഫുൾ ഫ്രെയിമിനകത്ത് 3 ഫ്രെയിമുകളായിട്ട് നമുക്ക് കാണാം. ആ 3 ഫ്രെയിമുകൾ എന്ന് പറയുന്നത് 3 വെബ് പേജസ് ആണ്. ചിലത് 20% എന്ന് പറയുമ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് കാണുക, 30 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ട്, 50 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ബ്രൗസർ വിൻഡോൻ്റെ പകുതി വരെയുള്ള ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ഉപയോഗം. ഫ്രെയിം സെറ്റ് ഒരു കണ്ടെയ്നർ ടാഗാണ്, അതുകൊണ്ട് ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. അതേപോലെ ഫ്രെയിം SRC എന്ന ടാഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഓരോ വെബ് പേജ് ഏതാണ് നമ്മൾ ഇതിലേക്ക് ലിങ്ക് ചെയ്യിക്കണത്, ആ വെബ് പേജുകളാണ് നമുക്ക് ഓപ്പണായി കാണുന്നത്. ഫ്രെയിം എന്നുള്ള ടാഗ് എംപ്റ്റി ടാഗ് ആയതുകൊണ്ട് ഫ്രെയിം SRCക്ക് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ main.html എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വെബ് പേജ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമുക്കിവിടെ നോക്കാം, നമ്മൾ വേറൊരു വെബ് പേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ HTML ഹെഡ് ടൈറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഫ്രെയിം സെറ്റ് കോൾസ്, നമുക്ക് ആ ഫ്രെയിം സെറ്റിൻ്റെ ആ കോളംസ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേ വെച്ചാൽ ആ രീതിയിൽ നമുക്കതിന് % വെച്ചിട്ട് അല്ലെങ്കിൽ പിക്സൽസ് വെച്ചിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഫ്രെയിം SRC ഈക്വൽ main.html, ഈ വെബ് പേജിൽ ഈ main.html ആണ് നമ്മൾ ഫ്രെയിമായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ലെഫ്റ്റ് ഫ്രെയിം എന്നാണ് നമ്മൾ അവിടെ അത് സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു ഫ്രെയിം റൈറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള പേരും നമ്മൾ കൊടുക്കുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഫ്രെയിം സെറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്തു. ഇനി ഈ വെബ് പേജ് നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്. ആ ഫ്രെയിമിനകത്ത് ടാർഗറ്റിംഗ് ഫ്രെയിംസ് എന്ന ഹെഡിങ് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി വേറൊരു വെബ് പേജ് ഉണ്ടാക്കിയിട്ടുണ്ട് main.html എന്നുള്ള പേരിൽ. ആ വെബ് പേജിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് ആ വെബ് പേജിനെ നമുക്ക് ലിങ്ക് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു
പ്രോഗ്രാമാണിത്. ഇത് നമ്മൾ വെച്ചിട്ട് ഇത് നമ്മൾ വേറൊരു ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഫയൽ നമ്മൾ റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്ക്രീൻ കിട്ടുന്നത്. എന്നിട്ട് നമ്മളിവിടെ ബയോഗ്രഫിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഓൾറെഡി bio.html എന്നൊരു ഫയലിനെ നമ്മൾ ലിങ്ക് ചെയ്തിരുന്നു. ആ ഫയൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിലെ കണ്ടൻസ് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ പോയട്രിയിലാണ് ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ പോയട്രിയിൽ നമ്മൾ കൊടുത്ത കണ്ടൻസ് അവിടെ കാണാം. ഫിക്ഷൻ ആണ് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഫിക്ഷൻ എന്ന ഫയലിൽ ക്രിയേറ്റ് ചെയ്ത കണ്ടൻസിനെ അവിടെ കാണാം. അതായത് 3 ഫയലുകൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കണം. എന്നിട്ട് ആ ഫയലിൽ നമ്മൾ എന്ത് കണ്ടൻസ് ആണ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ കണ്ടൻസിനെ വെച്ചുകൊണ്ടാണ് ഈ 3 ഫയലിനെ നമ്മൾ ഇതിലേക്ക് main.html എടുക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു വെബ് പേജ് ഇവിടെ നിങ്ങൾക്ക് കാണാം. വേറൊരു വെബ് പേജിനകത്ത് ഫ്രെയിം SRCയിൽ നമ്മൾ കൊടുക്കുകയാണ് ഈ main.html. എന്നിട്ട് ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ വെബ് ബ്രൗസറിനകത്ത് main.html ആണ് റൺ ആവുന്നത്. എന്നിട്ട് അതിലെ കണ്ടൻസ്, അതായത് അതിൽ നമുക്ക് bio.html, poetry.html, fiction.html എന്ന് പറഞ്ഞിട്ട് 3 വെബ് പേജസ് ഉണ്ട്. അപ്പോൾ ആ 3 വെബ് പേജസ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും, ലെഫ്റ്റ് ഫ്രെയിമിൽ. അത് കഴിഞ്ഞ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബയോഗ്രഫിയിൽ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് ഫ്രെയിമിൽ, കാരണം നമ്മളവിടെ ടാർഗറ്റ് ഈക്വൽ റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുക ഫ്രെയിം നെയിം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ റൈറ്റ് ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നിങ്ങൾ ഏതിലാണ് ക്ലിക്ക് ചെയ്തത് 1ൽ ക്ലിക്ക് ചെയ്താൽ 1ലെ കണ്ടൻസ് ആ ഫയലിലത്തെ ഡിസ്പ്ലേയിൽ കാണിക്കും. 2ൽ ക്ലിക്ക് ചെയ്താൽ 2ലെ കണ്ടൻസ് ഡിസ്പ്ലേയിൽ കാണിക്കും. 3ൽ ക്ലിക്ക് ചെയ്താൽ 3ലെ കണ്ടൻസ് ഡിസ്പ്ലേയിൽ കാണിക്കും. ഇതാണ് ഒരു ഫ്രെയിമിലൂടെ നമ്മൾ ഒരു പേജിലെ കണ്ടൻസിനെ വേറൊരു പേജിലൂടെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 2 സെപ്പറേറ്റ് പേജുകൾ ഉണ്ടായിരിക്കണം. ഒരെണ്ണം നമ്മൾ main.html എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 3 വെബ് പേജസ് അത് ഓൾറെഡി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തതായിരിക്കണം. ആ സേവ് ചെയ്ത ഫയൽസിനെയാണ് നമ്മൾ അതിൽ ലിങ്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മൾ റൺ ചെയ്യുക. ഫസ്റ്റ് റൺ ചെയ്യുന്നത് ഈ ഫയലായിരിക്കും. അപ്പോൾ ഈ ഫയൽ റൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു വെബ് പേജ് കിട്ടുന്നത്. എന്നിട്ട് ഈ വെബ് പേജിനകത്താണ് നമ്മളിവിടെ 3 ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫയൽസിനെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട് main.html. അതിനെ നമ്മൾക്ക് ഇവിടെ കാണാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലെ കണ്ടൻസ് ആണ് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഒരു ഫ്രെയിം കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ നമ്മുടെ വെബ് പേജസിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിലൂടെ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ സാധാരണ പ്രോഗ്രാമിൽ കാണുന്ന പോലെ HTML, ഹെഡ്, ടൈറ്റിൽ, എന്നിട്ട് ഹെഡ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്രെയിം സെറ്റ് റോസ് നമ്മളിവിടെ കൊടുത്തു. ആ റോസിൽ നമ്മളിവിടെ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ 2 റോസായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആദ്യം തന്നെ സാമ്പിൾ ഫ്രെയിം 1.html എന്ന് കൊടുത്ത് അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഫ്രെയിം സെറ്റ് കോൾസ് is equal to 200, അപ്പോൾ നമ്മളിവിടെ 2 കോളമായിട്ട് അതിൽ ഫസ്റ്റ് ഫ്രെയിമിൽ സെറ്റ് ചെയ്തു. സെക്കൻഡ് ഫ്രെയിമിനെ നമ്മൾ 2 കോളമായി തിരിച്ചു. അതിൽ തന്നെ ആദ്യത്തെ കോളത്തിൽ സാമ്പിൾ ഫ്രെയിം 2.html എന്നും അത് കഴിഞ്ഞ് ഫ്രെയിം SRC ഈക്വൽ സാമ്പിൾ ഫ്രെയിം 3.html എന്ന് പറഞ്ഞ് 2 ഫയലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് 2 എണ്ണത്തിനെയാണ് നമ്മൾ സെക്കൻഡ് ഫ്രെയിമിൽ, അപ്പോൾ സെക്കൻഡ് ഫ്രെയിമിനെ 2 കോളമായി ഡിവൈഡ് ചെയ്തിട്ട് അതിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 വെബ് പേജസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 3 വെബ് പേജസിനെ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ വെബ് പേജിന് ആദ്യത്തെ റോയിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള 2 വെബ് പേജുകളെ നമ്മൾ താഴെ ആ താഴത്തെ ഫ്രെയിമിൽ 2 കോളമായി ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ ഇത് 2 എണ്ണം 2 കോളംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇവിടെ ഫ്രെയിം സെറ്റ് റോസ് എന്ന് ഉപയോഗിച്ചപ്പോൾ 2 റോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് കാണാം. ഇനി ഇത് നമുക്കൊരു വെബ് പേജ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ലേ ഔട്ട് വരിക. ആദ്യത്തെ റോയിൽ ആദ്യത്തെ ഫ്രെയിം വരുന്നു, അതായത് ആദ്യത്തെ വെബ് പേജ് വരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റോയിൽ 2 വെബ് പേജുകളായിട്ട് അത് വരുന്നു. 2 കോളമായിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ കോളത്തിലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള
സെക്കൻഡ് വെബ് പേജ്, അതായത് സാമ്പിൾ ഫ്രെയിം 2.html എന്നുള്ളത് രണ്ടാമത്തെ ഫ്രെയിമിൽ ആദ്യത്തെ കോളത്തിലും, മൂന്നാമത് സാമ്പിൾ ഫ്രെയിം 3.html എന്ന് കൊടുത്തത് അതിലെ രണ്ടാമത്തെ കോളത്തിലുമായിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതിൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രാമാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് റോസ് ആയിട്ട് കോളംസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിമിനെ സെറ്റ് ചെയ്യാം. ഫ്രെയിമിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്. എന്താണ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്? നെസ്റ്റിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വേറെ ഫ്രെയിം വരിക എന്നുള്ളതാണ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്. നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷനാണ്. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്കൊരു ഫ്രെയിമിനകത്ത് വേറൊരു ഫ്രെയിം വരിക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ നമ്മുടെ വെബ് പേജിൽ ഇതുപോലെ ഉള്ള ഒരു സെറ്റപ്പ് നമുക്ക് കാണാം. ഒന്നുകിൽ ഒരു ഫ്രെയിമിൻ്റെ അടിയിൽ വേറെ ഫ്രെയിം, അതല്ലെങ്കിൽ അടിയിലത്തെ ഭാഗത്ത് 2 ഫ്രെയിമുകൾ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. ഇതിനെയാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ അത് എഴുതുമ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് വരണേ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇനീഷ്യലി നമ്മളൊരു ഫ്രെയിം സെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു 85, നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് അവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ 50 കൊടുക്കാം. അപ്പോൾ 2 എണ്ണം ഹാഫായിട്ട്, അതായത് ശരിക്കും നേരെ ഹാഫായിട്ട് ആ ഫ്രെയിമിൽ 2 എണ്ണമായിട്ട് അപ്പോൾ വരും. പിന്നെ ഫ്രെയിം SRC ഈക്വൽ സാമ്പിൾ ഫ്രെയിം 1 HTML, അതായത് ഈ ഫ്രെയിമിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ റോയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെബ് പേജിൻ്റെ പേരാണ് സാമ്പിൾ ഫ്രെയിം 1.html എന്നുള്ളത്. മാത്രമല്ല നമ്മളിവിടെ ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു ഇങ്ങനെ 2 പാരാമീറ്റർ, 185 1 സ്റ്റാർ എന്ന് കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കിവിടെ 2 റോസ് ആയിട്ട് അത് ഡിവൈഡ് ആകുന്നു. അപ്പോൾ 2 ഫ്രെയിം മിനിമം നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അതിൽ ആദ്യത്തെ ഫ്രെയിമിൽ കൊടുക്കുന്നത് എന്താണ്? സാമ്പിൾ ഫ്രെയിം 1.html എന്ന വെബ് പേജാണ് ആദ്യത്തെ ഫ്രെയിമിൽ. ഇനി അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ സെക്കൻഡ് റോയിനെ 2 കോളമായിട്ട് മാറ്റണം. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ ആവുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഫ്രെയിമിനെ നമുക്ക് വേണമെങ്കിൽ 2 ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രെയിം സെറ്റ് കോൾസ് ഈക്വൽ ടു 220, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു മെഷർമെൻറ്റ് കൊടുത്തിട്ട് ആ ഫ്രെയിം സെറ്റ് കോൾസ് എന്നുള്ള ആട്രിബ്യൂട്ടിനെ ഉപയോഗിച്ച് ആ ഫ്രെയിമിനെ തന്നെ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രെയിം സെറ്റിൽ വേണ്ടത്ര ആട്രിബ്യൂട്ട്സുകളെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രെയിമിനെ പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു വെബ് പേജിൽ 2 ഫ്രെയിമായിട്ട് വെച്ചിട്ട് 2 സൈഡിൽ 2 ഫ്രെയിം, എന്നിട്ട് ആദ്യത്തെ സൈഡിലുള്ള ഫ്രെയിം, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രെയിമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയലിലെ കണ്ടൻസ് റൈറ്റ് സൈഡിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോഡാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മെയിൻ പേജ് ആയിരിക്കും. ആ മെയിൻ പേജിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അതായത് ആ മെയിൻ പേജിൽ നമ്മളിങ്ങനെ 3 ഏതാണ് വെബ് പേജുകൾ നമ്മൾ കൊടുക്കാൻ പോകണമെന്ന് വെച്ചാൽ അത് നമ്മളവിടെ കൊടുക്കണു. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അപ്പുറത്ത് അതിലെ കണ്ടൻസ് നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ലിങ്കുകളായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് അതിലെ കണ്ടൻസ് ഡിസ്പ്ലേയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. main.html എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമ്മളിവിടെ സാധാരണ HTML ഹെഡ്, ബോഡി ഇതെല്ലാം കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞ് ഹെഡിങ് കൊടുത്തു. അത് കഴിഞ്ഞ് സെലക്ട് ദ ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫ്രെയിമിൽ 2 ഫ്രെയിമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് ഫ്രെയിമിൽ കാണുന്ന ഭാഗമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് ഫ്രെയിം എന്നാണ് ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. സെലക്ട് ദ ഓപ്ഷൻ എന്നുള്ള ഹെഡിങ് വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ bio.html, അതേമാതിരി poem.html, fiction.html ഇങ്ങനെ 3 ഫയലുകൾ അല്ലെങ്കിൽ 3 ലിങ്കുകളാണ് അവിടെ നമുക്ക് കാണുന്നത്. ആ ലിങ്കിൽ നമ്മൾ അവിടെ ഡിസ്പ്ലേയിൽ കാണുന്നത് ബയോഗ്രഫി, പോയട്രി, ഫിക്ഷൻ ഈ 3 വേർഡ്സ് ആയിരിക്കും നമുക്ക് ലിങ്കിൽ കാണുന്നത്. കാരണം നമ്മൾ എ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും നമുക്കവിടെ കാണുന്നത്. പിന്നെ ഈ റൈറ്റ് ഫ്രെയിം, നമ്മൾ റൈറ്റ് ഫ്രെയിമിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നത്. അതാണ് ഈ ടാർജറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ പറഞ്ഞ ബയോഗ്രഫി, പോയട്രി,
പോയട്രി, ഫിക്ഷൻ എന്നുള്ളത് സെലക്ട് ദ ഓപ്ഷൻ എന്ന ഹെഡിങ്ങിൻ്റെ താഴെ കാണുന്നത്. പക്ഷെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലെ കണ്ടൻസ് വരുന്നത് റൈറ്റ് ഫ്രെയിമിലായിരിക്കും. അതാണ് ഇവിടെ ടാർഗറ്റ് ഈക്വൽ റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുക. BR എന്ന് വെച്ചാൽ എന്താ, അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക്. അപ്പോൾ അടുത്ത ലൈനിലായിരിക്കും അടുത്തത് വരിക. അങ്ങനെ 3 ഫയൽസ് ആണ് നമ്മളിവിടെ ലിങ്കിന് വേണ്ടി യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ ഫോണ്ട്, ഇവിടെ നമ്മൾ ഫോണ്ട് സൈസ് 5 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോണ്ട് ടാഗ് ക്ലോസ് ചെയ്യണം, ബോഡി ടാഗ് ക്ലോസ് ചെയ്യണം, HTML ടാഗും ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ പേജാണ്. main.html എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഫ്രെയിം ടാഗിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഫ്രെയിം ടാഗ് ഒരു empty ടാഗാണ്. ഫസ്റ്റ് തിങ്, എന്താണ് empty ടാഗ്? ഫ്രെയിം എന്നുള്ള ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഡിഫൈൻസ് ദ ഫ്രെയിംസ് ഇൻസൈഡ് ഫ്രെയിം സെറ്റ്. ഫ്രെയിം സെറ്റ് എന്ന ടാഗിനകത്താണ് ഓരോ ഫ്രെയിമുകളെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫ്രെയിം ടാഗ് SRC എന്ന് പറഞ്ഞിട്ട് ഫ്രെയിമിനൊരു ടാഗ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് വെബ് പേജിനെയാണ് ഈ ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത്, അതാണ് ഫ്രെയിം SRC എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ സ്പെസിഫൈസ് HTML പേജ് ടു ബി ലോഡഡ് ഇൻ ദ ഫ്രെയിം. ഏത് HTML പേജാണ് ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യുന്നതിനാണ് ഈ ടാഗ്. ഇനി നമുക്ക് ബാക്കി ടാഗുകളൊക്കെ നോക്കാം. SRC ഫസ്റ്റ്, അതായത് URL ഓഫ് ദ ഡോക്യുമെൻറ്റ് ടു ബി ലോഡഡ് ഇൻ ദ ഫ്രെയിം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രെയിമിനകത്തേക്ക് ഏത് വെബ് പേജാണ് കൊണ്ടുവരേണ്ടത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് URL. അതായത് അതിൻ്റെ കംപ്ലീറ്റ് പാത്താണ് നമ്മളവിടെ കൊടുക്കുക. നെക്സ്റ്റ് സ്ക്രോൾ ബാർ നമുക്കിവിടെ വെക്കാൻ പറ്റും. എപ്പോഴാണ്? ഇഫ് ദ കണ്ടൻസ് ഇൻസൈഡ് ദ ഫ്രെയിം എക്സീഡ്സ് ദ ഫ്രെയിം സൈസ്. നമ്മളൊരു ഫ്രെയിം കൊടുത്തു, ആ ഫ്രെയിമിനകത്ത് കൊള്ളുന്ന അത്ര കണ്ടൻസ് അല്ല അതിലും കൂടുതൽ കണ്ടൻസ് ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് സ്ക്രോളിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ സ്ക്രോളിങ്ങിന് നമുക്ക് 3 വാല്യൂസാണ് സാധാരണയായിട്ടുള്ളത്. യെസ്, നോ, ഓട്ടോ എന്നുള്ളതിലാണ് ഡിഫോൾട്ടായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഓട്ടോയിലാണ് ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഫ്രെയിമിൻ്റെ സൈസ് കൂടുമ്പോൾ മാത്രമേ ഇത് സ്ക്രോളിംഗ് ആവശ്യം വരുന്നുള്ളൂ. നോ റീസൈസ് പ്രൊഹിബിറ്റ്സ് റീസൈസിങ് ദ ഫ്രെയിം വിൻഡോ. നമുക്ക് ആ ഫ്രെയിം വിൻഡോൻ്റെ സൈസ് കൂട്ടുന്നതിനെ അത് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോ റീസൈസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സൈസ് കൂടുന്നില്ല ഫ്രെയിമിൻ്റെ. അതായത് നമുക്ക് വലിച്ച് നീട്ടാനൊന്നും പറ്റില്ല എന്നർത്ഥം. ഡ്രാഗ് ചെയ്തിട്ടൊക്കെ വലുതാക്കാനൊന്നും പറ്റില്ല. നെക്സ്റ്റ് മാർജിൻ വിഡ്ത്ത്, മാർജിൻ ഹൈറ്റ്. നമ്മുടെ ഫ്രെയിമിൻ്റെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ് നമുക്ക് കൂട്ടാനായിട്ട്, അപ്പോൾ അതിനായിട്ടുള്ളതാണ് മാർജിൻ വിഡ്ത്ത്, മാർജിൻ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നെയിം, നമ്മുടെ ഫ്രെയിമിന് കൊടുക്കുന്ന പേര്, അതാണ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ SRC നമ്മൾ ഏത് ഫയലാണ് ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത് അതിനെയാണ് SRC എന്ന് പറയുന്നത് ടാഗ്. പിന്നെ സ്ക്രോളിംഗ്, നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസ് കൂടുതലായിട്ട് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ കണ്ടൻസ്, ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കണ്ടൻസ് കേട്ടോ, ഫ്രെയിമിൽ കൊടുക്കുന്ന കണ്ടൻസ് കൂടുതലുണ്ട്, ആ ഫ്രെയിമിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ സ്ക്രോളിംഗ്. നോ റീസൈസ്, നമുക്ക് ഒരിക്കലും സൈസ് കൂടുതലാക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ പ്രൊഹിബിറ്റ് റീസൈസിങ്, അപ്പോൾ ഒരിക്കലും സൈസ് കൂട്ടില്ല, ഫിക്സ്ഡ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. മാർജിൻ വിഡ്ത്ത്, മാർജിൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഫ്രെയിമിൻ്റെ ആ ലെങ്ത്ത് കൂട്ടാനായിട്ട് ഉള്ള ഓപ്ഷനാണ്. നെയിം ടു എ ഫ്രെയിം, ഒരു ഫ്രെയിമിന് കൊടുക്കുന്ന പേര്. ഇതെല്ലാമാണ് ആട്രിബ്യൂട്ട്സ് ഫ്രെയിമിൽ വരുന്നത്. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ്, നമുക്ക് ഫ്രെയിമിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വെബ് പേജുകളെ നമുക്കിതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിക്കൽ ഫ്രെയിംസ് ഇൻ ദ ഫ്രെയിം സെറ്റ് പേജ്. എത്ര ഫ്രെയിംസ് വെർട്ടിക്കലി വേണം അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ടാണ് കോൾസ് കൊടുക്കുന്നത്. റോസ് ആണ് കൊടുക്കണേ വെച്ചാൽ ഹോറിസോണ്ടൽ ഫ്രെയിംസ് ആണ്. ഹോറിസോണ്ടലി നമ്മൾ എത്ര ഫ്രെയിമുകൾ കൊടുക്കുന്നു. ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഫ്രെയിമിന് ചുറ്റും ഒരു ബോർഡർ കൊടുക്കാനായിട്ട് പറ്റും. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട്, തിന്നായിട്ട് വേണമെങ്കിൽ തിന്നായിട്ടും കൊടുക്കാം. അത് ബോർഡർ നമ്മൾ കൊടുക്കുമ്പോൾ അത് പിക്സൽസിലാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യണം. പിന്നെ ബോർഡർ കളറ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡറിന് തന്നെ ഒരു കളറും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ആ ബോർഡറിന് നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറായിരിക്കും അവിടെ ആ ബോർഡറിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ റോസ്, കോൾസ്, പിന്നെ നമുക്ക് ബോർഡർ കളറ്, അതേപോലെ തന്നെ വരുന്നത് ബോർഡർ, അതായത് തിക്നെസ് ഓഫ് ദ ബോർഡർ. ഇതെല്ലാം നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ ഫ്രെയിം അതനുസരിച്ച് നമുക്ക് അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. മുൻപുണ്ടായിരുന്ന ബ്രൗസേഴ്സ് ഫ്രെയിം ടാഗിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നിരുന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ് നോ ഫ്രെയിംസ് ടാഗ്. ഈ നോ ഫ്രെയിംസ് ടാഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ നമുക്ക് നോക്കാം.
നമ്മൾ HTML എഴുതുക, ഹെഡ്, ടൈറ്റിൽ, അത് കഴിഞ്ഞ് ടൈറ്റിലിനെ നമ്മൾ ക്ലോസ് ചെയ്തു, ഹെഡിനെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫ്രെയിം സെറ്റ് റോസ് വെച്ചിരിക്കുന്നു. അതിൽ തന്നെ നമ്മൾ 3 റോ ആയിട്ട് തരം തിരിച്ചു, അതിനെ 3 റോസ്. അത് കഴിഞ്ഞ് 3 ഫ്രെയിമുകളുണ്ട്. ഈ 3 ഫ്രെയിമുകളിൽ നമുക്ക് sample1.html, sample2.html, sample3.html എന്ന് പറഞ്ഞ് ഈ ഫ്രെയിമുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഫ്രെയിം സെറ്റ് ടാഗ് ക്ലോസ് ചെയ്തു. ഇനി നോ ഫ്രെയിം ടാഗിനകത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് ദ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു index.html എന്നുള്ള ഒരു ലിങ്കാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ വെബ് പേജുകളിലേക്കുള്ളൊരു എൻട്രിയാണ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്രെയിം സെറ്റ് ടാഗ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ നോ ഫ്രെയിംസ് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ ലിങ്ക്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഫ്രെയിമുകളിലേക്ക് പോകുന്നു. അപ്പോൾ നോ ഫ്രെയിംസ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രെയിം സെറ്റ് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ബ്രൗസറുകളിൽ, അതായത് ഫ്രെയിം സെറ്റ് വർക്ക് ചെയ്യാതെ വരുന്ന പണ്ടത്തെ ബ്രൗസറുകളിലായിരുന്നു ആ പ്രോബ്ലം ഉണ്ടായിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോ ഫ്രെയിംസ് ടാഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഉപയോഗം.